ജീവിക്കണ്ട. ഈ നാട് റോഡിൽ ഇങ്ങനെ നിൽക്കാതെ ഒന്ന് സൈഡോട്ട് മാറി നിൽക്ക. ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്നെ വണ്ടി ഇടിക്കട്ടെ, അതിനു വേണ്ടി തന്നെ ഞാൻ ഇവിടെ നിൽക്കട്ടെ. എന്റെ ഈശ്വര, ഇവൾ എന്ത് വാരി ചെയ്ത്? എടി, ഒന്ന് എന്നെ നോക്കാന്ന് നിന്നോട് പറഞ്ഞേ. ഇല്ല, എനിക്ക് ആരും കാണണ്ട, എനിക്ക് ആരും കാണണ്ട. എന്റെ ദേവിയെ, എനിക്ക് വയ്യ ഇത്. എടി, എന്താണ് നിനക്ക് പറ്റിയേ? നീ പറഞ്ഞ സത്യ. കാട്ടിലേക്ക് ഗർഭിണിയായ ഞാൻ എങ്ങനെ പോവാനാ? എന്റെ സുഭദ്ര, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യൂ? എടി, എനിക്ക് ജീവിക്കണ്ട, എന്റെ കുഞ്ഞും വേണ്ട, ആരും വേണ്ട. ഞാൻ മരിച്ച എന്റെ കുഞ്ഞും മരിക്കില്ലേ? സുഭദ്ര, വേണ്ടാത്തൊന്നും പറയാതെ. ഇല്ലടി, വേണ്ടടി, എനിക്കെന്നെ ജീവിക്കണ്ട. എന്റെ സുഭദ്ര, നീ ഇങ്ങനെ കരയാതെടി. നീ അരികിലോട്ട് മാറി നിൽക്ക. നീ നടു റോഡിൽ ഇങ്ങനെ നിക്കല്ലേ. എടി, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നീയല്ലേ പറഞ്ഞേ നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ജീവിക്കുന്നു. ആ, ശരിയാ, അങ്ങനെയായിരുന്നു കുറച്ചു നേരം മുന്നേ വരെ ഞാൻ ആലോചിച്ചത്. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? എനിക്ക് ഒരിക്കലും ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല. അതെന്താ? അച്ഛൻ സമ്മതിക്കില്ല. അച്ഛനെങ്ങാനും അറിഞ്ഞ എന്നെ വെട്ടിക്കൊല്ലും. എന്റെ കുഞ്ഞിനെ കൊല്ലുവടി. എന്റെ കുഞ്ഞിനെ വളർത്താൻ അച്ഛൻ സമ്മതിക്കില്ല. അയ്യോ, അത് നിന്റെ അച്ഛൻ എങ്ങനെ അറിയാനാ? നിന്റെ അച്ഛനോട് നമ്മളിപ്പോ പറയുന്നില്ല. അച്ഛൻ എങ്ങനെയാലും അറിയും. അയ്യോ അയ്യോ, എനിക്കിനി ജീവിക്കണ്ട. സുഭദ്ര, അവിടെ നിന്നേടി. ഇല്ല, ഞാൻ നിൽക്കില്ല. ഈശ്വര, ഈ പെണ്ണിത് എന്ത് പഠിച്ച? സുഭദ്ര, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട. അയ്യോ സുഭദ്ര, സുഭദ്ര. എന്റെ ഈശ്വര, ഈ പെണ്ണിത് എങ്ങോട്ട് ഓടി പോകുന്നത്? ഇത് അവളുടെ കാടല്ല, ഇത് പട്ടണാണ്. ആ പോത് അവക്കില്ല. എടി, അവിടെ നിന്നേടി. സുഭദ്ര, സുഭദ്ര. എന്താടി? നീ എന്താ ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാഞ്ഞേ? എടി, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നീ ഒന്ന് പറ. കാട്ടിൽ പോയ അച്ഛൻ ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ അച്ഛൻ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയും. എനിക്കിനി ജീവിക്കണ്ടേ, എനിക്കിനി ജീവിക്കണ്ട. അതുകൊണ്ട് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കും. നീ മരിക്കുമ്പോ കൂടെ നിന്റെ കുഞ്ഞു മരിക്കില്ലേ? പക്ഷേ ഞാൻ കാണണ്ടല്ലോ, എന്റെ കുഞ്ഞു മരിക്കുന്നത് ഞാൻ കാണണ്ടല്ലോ. ഞാനും കൂടെ മരിക്കില്ലേ? സുഭദ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല, മനസ്സിലായോ? അല്ലാതെ ഞാൻ എന്താടി ചെയ്യട്ടെ? എന്റെ ജീവിതം എന്തായത് നീ കണ്ടതല്ലേ? നമ്മളിപ്പോ കാട്ടിലേക്ക് പോകുന്നു, അത്ര തന്നെ. കാട്ടിലേക്കോ? ഇനി കാട്ടിലേക്ക് പോയിട്ട് എന്താടി കാര്യം? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പട്ടണത്തില് നിന്നിട്ട് പോണെന്നാണോ പറയുന്നേ? ഞാനിവിടെ ഭിക്ഷയെങ്കിലും എടുത്ത് ജീവിച്ചോളാടി. എന്നിട്ട് എന്നിട്ട് എന്താ എനിക്കറിയില്ല. നീ കരയാതിരിക്കെ. എന്നെ ചുമ്മാ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. നമ്മളിപ്പോ രണ്ടുപേരും കാട്ടിലേക്ക് പോകുന്നു, അത്ര തന്നെ. ഇനി കൂടുതലൊന്നും നീ എന്നോട് പറയാൻ നിൽക്കണ്ട. എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല വശമുണ്ട്, കേട്ടോ? ഇല്ല, ഞാൻ കാട്ടിലേക്ക് വരില്ല. ഞാൻ ഒരിക്കലും കാട്ടിലേക്ക് വരില്ല. അച്ഛനെങ്ങാനും ഇതറിഞ്ഞ അച്ഛൻ എന്റെ കുഞ്ഞിനെ അപ്പം നശിപ്പിക്കും. എനിക്ക് ഉറപ്പാ. അച്ഛനെന്റെ കുഞ്ഞിനെ അച്ഛൻ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. നീ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും. നിനക്കതല്ലേ വേണ്ടത്? എങ്ങനെയാടി അത് നടക്കുക? അതൊരിക്കലും നടക്കില്ല. ഈ ഒരു മാസം അച്ഛൻ അറിയില്ലായിരിക്കും. പക്ഷേ അടുത്ത മാസം, അതിന്റെ അടുത്ത മാസമൊക്കെ ആവുമ്പോഴത്തേക്കും എന്റെ വയറ് വലുതാവാൻ തുടങ്ങും. അപ്പൊ അച്ഛന് മനസ്സിലാവും. വായ കൊണ്ട് ഞാൻ പറയില്ലായിരിക്കും, പക്ഷേ എന്റെ ശരീരം എല്ലാ ലക്ഷണങ്ങളും പുറത്ത് കാണിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്റെ വയറ് വലുതാവാൻ തുടങ്ങും. എല്ലാവരും അറിയും ഞാൻ ഗർഭിണിയാണെന്ന്. ഇപ്പൊ തന്നെ നിനക്കറിയില്ലേ, ഛർദിച്ച് തലകറങ്ങി വീണപ്പോ ഞാൻ എങ്ങനെയാ പിടിച്ചു നിന്നേന്ന്? നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെടി, ഞാനുള്ള കാര്യം തന്നെയാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ കയ്യിലൊരു വിദ്യയുണ്ട്. എന്ത് വിദ്യ? നീ ആദ്യം ഒന്ന് ക്ഷമയോടുകൂടി കേൾക്കണം. നിന്റെ കരച്ചിലൊന്ന് അവസാനിപ്പിക്കേ. ഞാൻ നിർത്തി. നീ പറ, എന്താ നിന്റെ മനസ്സിലുള്ള കാര്യം? നീ പറ. എടി, നിന്റെ അവസ്ഥ എനിക്ക് നല്ല പോലെ മനസ്സിലാവും സുഭദ്ര. നിന്റെ ജീവിതത്തില് ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് നീ ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല. നീ ആ രാമന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നീ മരണത്തിന് കീഴടങ്ങിയാൽ അതൊരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല. ഒന്നെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ ഇപ്പൊ നശിപ്പിക്കണം,
ഇല്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല അത്. അപ്പൊ പിന്നെ ഒരേ ഒരു മാർഗമുള്ളൂ. എന്തുവാ? അത് വേറൊന്നുമല്ല. നീ ഒന്ന് പറഞ്ഞു തൊലക്ക്. എന്താ നീ പറയാൻ പോകുന്നേ? അത് പിന്നെ നമ്മളിപ്പോ കാട്ടിലേക്ക് പോകുന്നു. എന്നിട്ട്? ഒരു മാസം വരെ നീ എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണം. എന്നിട്ട്? 2-ാം മാസം ആവുമ്പോ ഞാൻ നിന്നെ ഈ പട്ടണത്തിലേക്ക് കൊണ്ടുവരും. പട്ടണത്തില് ഒരു വീട് റെന്റിന് കിട്ടുന്നവരെ നീ ആ കാട്ടിൽ നിൽക്കണം. ഏറിപ്പോയ ഒരു മാസം, അതിൽ കൂടുതലാവില്ല. അതിനു മുന്നേ ആയിട്ട് ഞാൻ എന്തായാലും പട്ടണത്തിൽ നിനക്കൊരു റൂം റെന്റിന് എടുത്തു തരാം. റെന്റ് എന്ന് പറഞ്ഞ? അത് പിന്നെ വാടകയ്ക്ക് വീട് എടുത്തു തരാന്ന്. നീ പ്രസവിക്കുന്നവരെ നീ ആ വീട്ടിൽ കഴിയണം. ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ കാണാൻ വരാം. എടി, അതൊക്കെ നടക്കോ? നടക്കണം, നടത്തണം. അപ്പൊ അച്ഛൻ? ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം ഈ കാര്യം. ഇതൊക്കെ നടക്കോടി? നടക്കും, നമ്മൾ നടത്തിക്കും. ആ, നിനക്ക് നിന്റെ കുഞ്ഞിനെ പ്രസവിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്ക് എന്റെ കുഞ്ഞിനെ പ്രസവിക്കണം. എന്നിട്ട് പൊന്നു പോലെ നോക്കണം. അതൊക്കെ നടക്കും. നിന്റെ കൂടെ ഞാൻ കട്ടിക്കുണ്ട്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. എടി, ഇനി നീ കരയരുത്. ഇപ്പൊ നമ്മൾ കാട്ടിലേക്ക് തിരിച്ചു പോന്നു. ആ, എന്നിട്ട് പട്ടണത്തില് ഒരു റൂം അറേഞ്ച് ചെയ്യുന്നവരെ നീ എന്നെ കാത്തിരിക്കണം. ഏറിപ്പോയ ഒരു മാസം, അതിനുള്ളിൽ ഞാൻ ഈ പട്ടണത്തിൽ നിനക്കൊരു റൂം വാടകയ്ക്ക് എടുത്ത് തന്നിരിക്കും. ശരിയടി. എന്നാ വാ, നടക്ക്. ഒന്ന് തെളിയിച്ച് പറയടാ, നീ എന്തുവായി പറയാൻ പോണേ? മൂപ്പനെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം സമാധാനത്തോടു കൂടി കേൾക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആടാ, നീ ഒന്ന് പറ, എന്നെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. അത് പിന്നെ മൂപ്പ, ഞാൻ എൻ്റെ ഈ 2 കണ്ണും കൊണ്ട് കണ്ടതാ. എന്ത്? ഒരു ദിവസം ഞാന് തോട്ടത്തിൽ നിന്ന് പച്ചക്കറികൾ പറിച്ചു വരുന്ന സമയത്ത് മൂപ്പന്റെ മോളായ സുഭദ്രയും അവളുടെ സുഹൃത്തായ രാധയും കൂടി, അവര് 2 പേരും കൂടി. എടി, അച്ഛൻ വിട്ടു. അതെയോ? അതെടി, അച്ഛനോട് ഞാന് നീ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. പൂജയ്ക്കുള്ള വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി പോട്ടേന്ന്. അച്ഛന് വലിയ കാര്യമാണല്ലോ പൂജ എന്നൊക്കെ പറഞ്ഞാല്. ആ, അത് നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അതേടി, അപ്പ അച്ഛൻ പറഞ്ഞു പോയിക്കോന്ന്. അല്ല, ഇതാര്? മൂപ്പന്റെ മകള് സുഭദ്രയാണല്ലോ. കൂടെയുള്ളത് അവളുടെ കൂട്ടുകാരിയും. ഇവരെങ്ങോട്ട് പോണ കാര്യവാ ഈ പറയുന്നേ? എടി, പട്ടണത്തിൽ പോയി കഴിഞ്ഞാ എനിക്ക് രാമനെ കാണാൻ പറ്റും, ഉറപ്പല്ലേ? ആടി, തീർച്ചയായിട്ടും കാണാൻ പറ്റും. ആ, രാമനോ? അതാരാ? ആഹാ, സുഭദ്ര കാട്ടിലെ ദേവിയല്ലേ? ഒരാണിന്റെ പേരാണല്ലോ പറഞ്ഞിരിക്കണേ. നോക്കാം ബാക്കി എന്താ പറയാൻ പോണേന്ന്. രാമനെ ഞാന് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? എനിക്കറിയാം. രാമനെ കണ്ട ഉടനെ ഞാൻ കെട്ടിപ്പിടിക്കും. ആ, എന്ത്? അയ്യോ, ഈ പെണ്ണിത് എന്തൊക്കെയാ പറയുന്നേ? രാമൻ എന്റെ ജീവനാടി. ഞാൻ ജീവിക്കുന്നത് തന്നെ ഇപ്പോ രാമനെ കാണാൻ വേണ്ടിയിട്ടാ. ആടി, അതൊക്കെ എനിക്കറിയാം. രാമന് എന്നെ കാണുമ്പോ ഒത്തിരി സന്തോഷാവൂലേ? ആവും. എടി, എന്നാ ഞാൻ പോട്ടെ. ആടി, നീ പൊയ്ക്കോ. നാളെ രാമനെ കാണുമ്പോ ഞാൻ ഏത് വസ്ത്രം ഇടാ? ഞാൻ അതൊക്കെ പോയി എടുത്തു വെക്കട്ടെ ട്ടോ. ആടി, ശരി ശരി, നീ പൊയ്ക്കോ. ശരി. പാവം സുഭദ്ര, അവൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ രാമനെ. എല്ലാം നല്ല നിലയിലാവണേന്ന് എന്റെ പ്രാർത്ഥന. ആ ആ, അത് ശരി. അപ്പോ ആ സുഭദ്ര സ്നേഹിക്കുന്ന ചെക്കനാണ് ഈ രാമൻ. ഇത് മൂപ്പനോട് പറയണല്ലോ. ഇന്നത്തേക്കുള്ളതായി. മൂപ്പ, ഇതാ സംഭവം. നീ എന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അയ്യോ മൂപ്പ, ഞാനെന്തിനാ ഇങ്ങനത്തെ കാര്യമൊക്കെ മൂപ്പനോട് പറ്റിക്കാൻ വേണ്ടി പറയുന്നേ? എനിക്കെന്താ വട്ടാണോ? അല്ല മൂപ്പ, ആരെ ഈ രാമൻ? അതവനാ. ആര്? ഇവിടെ കിണർ കുത്താൻ വന്ന അവൻ. അയ്യോ, അവനായിരുന്നോ? അതെ, അവന്റെ പേര് രാമെന്നാ. അപ്പൊ എന്റെ മകളെ നീ പ്രേമിച്ച് വശത്താക്കായിരുന്നു അല്ലടാ? നീ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയടാ, നീ പറഞ്ഞൊക്കെ സത്യാണോ? അതേ മൂപ്പ, ഞാൻ എന്റെ ഈ 2 ഉണ്ട കണ്ണ് വെച്ച് കണ്ട കാര്യമാ മൂപ്പനോട് പറഞ്ഞത്. മൂപ്പന്റെ മകളും ആ രാധയും തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടതാ എന്റെ ഈ 2 ചെവി കൊണ്ട്. പട്ടണത്തില് പോണെന്നും രാമനെ കാണണമെന്നോ അവര് പറഞ്ഞേക്കുന്നേ. അശ്ശോ, ശിവ ശിവ, എനിക്കിനി ജീവിക്കണ്ട. അയ്യോ, അവൾ ഇങ്ങ് വരട്ടെ, അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മൂപ്പാന്റെ മകള് ഇനി വരുന്നു തോന്നുന്നില്ല. അതെന്താ? അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയതാ. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സത്യം മൂപ്പ. അങ്ങനെയാണെങ്കിൽ സമയം ഒട്ടും വൈകിപ്പിക്കണ്ട. വാ, നമുക്ക് പട്ടണത്തിലേക്ക് പോവാം. അയ്യോ മൂപ്പ, ഇപ്പോയോ? പിന്നെപ്പോ നീയല്ലേ ഇതെല്ലാം കണ്ടതും കേട്ടതും. വാ, നമുക്ക് പോവാം. അവൾ അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട, എന്നെ ചതിച്ചിട്ട്. കാണിച്ചു തരാടി നിന്നെ. നിന്നോട് കള്ളം പറഞ്ഞിട്ട് നീ പട്ടണത്തിലേക്ക് പോയത് അവനെ കാണാൻ വേണ്ടിയാ അല്ലടി? കാട്ടിലുള്ളവരെ ചതിച്ചിട്ട് നീ നാട്ടിൽ പോയി ജീവിക്കുന്നു അല്ലടി? നിനക്ക് ഞാൻ തരാടി. ഇപ്പൊ എനിക്കൊരു സമാധാനമുണ്ട് സുഭദ്ര. അല്ലെങ്കിലും നിനക്ക് ഒരെല്ല് കൂടുതലായിരുന്നു. കുട്ടിക്കാലം മുതലേ നിനക്കൊരു പണി തരണമെന്ന് ചിന്തിച്ച് നടക്കായിരുന്നു ഞാന്.
ഇപ്പൊ ദയവായിട്ടാ ഇതെന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത്. നിന്റെ ജീവിതം ഞാൻ കുളം തോണ്ടടി. ഇവിടെ നിന്ന് പിറുപിറുക്കാതെ എന്റെ കൂടെ വാടാ. ശരി മൂപ്പാ. പിന്നെ ഒരു കാര്യം. എന്തുവാ മൂപ്പാ? നീ പറഞ്ഞത് വല്ലതും കള്ളമാണെങ്കിൽ നിന്നെ ഞാൻ വെട്ടി കൊല്ലും കേട്ടോ. അയ്യോ മൂപ്പ, എനിക്ക് നിലപ്പ കള്ളം പറഞ്ഞിട്ട് മൂപ്പന് പട്ടണത്തിൽ പോയ സുഭദ്രയും രാമനെയും കാണുമ്പോ വിശ്വാസമായിക്കോളും. എന്നാ പറ നടക്ക്. അച്ഛാ ദാ, നീ കണ്ടില്ലേ എന്റെ കൊച്ചു തിരിച്ചു വന്നത്? എന്തുവാടാ പറഞ്ഞത്? എന്റെ മോള് പട്ടണത്തില് രാമനെ കൂടെ ജീവിക്കാൻ പോയെന്നല്ലടാ നീ പറഞ്ഞത്? ആ ഇതെന്ത് മറിമായം? ഇവരെന്താ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വന്നത്? നിനക്ക് ഞാൻ തരാടാ. എന്റെ കൊച്ചു തിരിച്ചു വന്നത് നീ കണ്ടില്ലേ? സുഭദ്ര, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? നീ എന്താ ഇത്ര വൈകിയത് കാട്ടിലേക്ക് തിരിച്ചു വരാൻ? അത് പിന്നെ അച്ഛാ, വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വാഹനങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങള് ഇത്രയും ദൂരം നടന്നിട്ടാ വന്നത്.